എല്ലാവർക്കും മേക്സ് വിൻഡോസ് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപമായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സുപ്രധാന ക്ഷേത്രമാണ് അനന്തേശ്വര ക്ഷേത്രം. ഇത് ഏതാണ്ട് 1000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ്. ഉടുപ്പി ക്ഷേത്ര പരിസരത്തായി ഇത്തരം നിരവധി ക്ഷേത്രങ്ങളുണ്ട്. വൈഷ്ണവ വിഭാഗത്തിൽ പെട്ടവരുടെ നിത്യപൂജയ്ക്കും വാസത്തിനുമായി വൈഷ്ണവ സന്യാസിനി സമൂഹം 13ാം നൂറ്റാണ്ടിൽ പണിതതാണ് ഈ ക്ഷേത്രവും പരിസരവും. ഒരു വേദാന്ത പാഠശാലയും ഇതോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ശ്രീകൃഷ്ണ വിഗ്രഹം മാധവാചാര്യ ഗോപീചന്ദന ഗോളത്താൽ നിർമ്മിതമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാര്യം മാധവാചാര്യയുടെ തന്ത്രസാര സംഗ്രഹത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ വിഗ്രഹം കിഴക്ക് ഭാഗത്തായാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. പക്ഷേ തുടർന്ന് ഭക്തരുടെ കഠിനമായ പ്രാർത്ഥനാപരമായി പ്രതിഷ്ഠ പടിഞ്ഞാറ് അഭിമുഖമായി വന്നു ചേർന്നു എന്നാണ് സങ്കല്പം. വിഗ്രഹ ദർശനം ഒരു ജാലകത്തിലൂടെയാണ് ലഭ്യമാകുന്നത്, നേരിട്ടുള്ള ദർശനമല്ല. രാവിലെ 5:30 ക്ഷേത്ര നട തുറക്കുന്നത്. 9 ദ്വാരങ്ങളുള്ള വെള്ളി പൂശിയ ജാലകത്തിലൂടെ വിഗ്രഹ ദർശനം സാധ്യമാകുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ ക്ഷേത്രം അന്നബ്രഹ്മ എന്ന പേരിൽ മധ്യാഹ്നത്തിൽ നിരവധി പേർക്ക് ഉച്ചയൂട്ട് നൽകുന്നു. ഈ ക്ഷേത്രത്തിലെ ദൈനിക ചര്യകളും നടത്തിപ്പുകളുടെയും ചുമതല അഷ്ടമഠ എന്ന പേരിലുള്ള വൈഷ്ണവ സമൂഹത്തിൻ്റെതാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പ് ഭക്തജനങ്ങളുടെ സംഭാവനകളിലൂടെയും കൂടാതെ അഷ്ടമഠത്തിൽ നിന്ന് ലഭ്യമാകുന്ന വരുമാനത്തിലൂടെയും നടത്തി വരുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ദ്രാവിഡ ചാലൂക്യ ശൈലിയുടെ സമന്വയമാണ്. ഈ ക്ഷേത്ര പ്രതിഷ്ഠയുള്ള കുളം മാധവ സരോവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് പോകുന്ന വഴി ജാലകത്തിലൂടെ കാണുന്ന ഈ ക്ഷേത്രക്കുള കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രത്യേക ഉത്സവങ്ങൾ മകരസംക്രാന്തി, രഥസപ്തമി, മാധവനവമി, ഹനുമാൻ ജയന്തി, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, നവരാത്രി മഹോത്സവം, മാധവ ജയന്തി, വിജയദശമി, ദീപാവലി, ഗീതാജയന്തി തുടങ്ങിയവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കാഴ്ചകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മേഘ സൈനിങ് ഓഫ്.